വയനാട് ദുരന്തത്തിൻ്റെ രക്ഷാദൗത്യം ഊർജിതമായി 5-ാം ദിനത്തിലും പുരോഗമിക്കുകയാണ്. ഇന്നും ചില മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇനിയും 216 പേരെ കണ്ടെത്താനുണ്ട്. വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും 6 സോണുകളായി തിരിച്ച് വയനാട്ടിൽ മേപ്പാടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. 4 കോടി രൂപയുടെ ആശ്വാസ ധനസഹായമാണ് പ്രഖ്യാപിച്ചത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെ എല്ലാവർക്കും സൗജന്യ റേഷൻ നൽകുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. വിവരങ്ങളുമായി മാനസ മനോജ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, എന്താണ് സർക്കാരിൻ്റെ തീരുമാനങ്ങൾ? സൗജന്യ റേഷൻ കൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആശ്വാസധനം അനുവദിക്കുന്നതിനായി 4 കോടി രൂപയാണ് ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല ഉരുൾപൊട്ടലിൽ ഈ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിനായാണ് സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്നും ജില്ലാ കളക്ടർക്ക് 4 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ഒപ്പം തന്നെ ഈ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരമാണ് തുക വിനിയോഗിക്കേണ്ടത് എന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് ഈ ദുരന്ത ഭൂമിയിലുള്ളവർക്ക് സൗജന്യ റേഷൻ സംവിധാനം ഒരുക്കും എന്ന് മന്ത്രി GR അനിതും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെ ARD 44, 46 എന്നീ റേഷൻ കാർഡുകളിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഈ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതം പൂർണ്ണമായും സൗജന്യമായാണ് നൽകുക എന്നതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മുൻഗണനാ വിഭാഗക്കാർക്ക് നിലവിൽ സൗജന്യമായും ഒപ്പം ഈ മുൻഗണനേതര വിഭാഗക്കാർക്ക് ന്യായവിലക്കുമായിരുന്നു റേഷൻ നൽകി വരുന്നത്. എന്നാൽ ദുരന്തബാധിത പ്രദേശങ്ങളായ ഈ 2 ഇടങ്ങളിൽ മുണ്ടക്കൈ, ചൂരൽമല എന്നിടങ്ങളിൽ മുൻഗണനേതര വിഭാഗക്കാരായ നീല, വെള്ള കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും കൂടി പൂർണ്ണമായും സൗജന്യമായി റേഷൻ വിഹിതം നൽകാൻ തന്നെയാണ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ മാനസ, ഈ വളർത്തുമൃഗങ്ങൾക്ക് ഉണ്ടായ ഉരുൾപൊട്ടലിൽപ്പെട്ട വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി കൺട്രോൾ റൂം കൂടി തുറന്നിട്ടുണ്ടല്ലോ. സർക്കാർ അത്തരത്തിലൊരു അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ടല്ലോ. തീർച്ചയായും ദുരന്ത ഭൂമിയിൽ ദിനം പ്രതി ഉണ്ടാകുന്ന കാഴ്ചയാണ് ഈ വളർത്തു മൃഗങ്ങളും ഒപ്പം തന്നെ പരിക്ക് പറ്റിയ മൃഗങ്ങളൊക്കെയും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ആണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒറ്റപ്പെട്ടു പോകുന്ന കന്നുകാലികളെയും ഒപ്പം തന്നെ വളർത്തു മൃഗങ്ങളും ഇനി അനാഥരാകുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഒപ്പം ഈ പരിക്കേറ്റ അവരെ ഏറ്റെടുക്കാൻ തയ്യാറായുള്ള ഈ സമീപ പ്രദേശങ്ങളിലെ ക്ഷീര കർഷകരെ മൃഗസംരക്ഷണ വകുപ്പ് അവരെ ഏൽപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനാഥരാകുന്ന ഒരു സാഹചര്യം വളർത്തുമൃഗങ്ങൾക്ക് ഉണ്ടാകില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ കൺട്രോൾ റൂമാണ് ഇതിനായുള്ള നേതൃത്വം നൽകുന്നത്. ഈ മൃഗങ്ങളെ ഏറ്റെടുക്കുന്ന ക്ഷീര കർഷകരുടെ പേര് വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തും. നിലവിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, ജലം എന്നിവ NGO വളണ്ടിയർമാർ മുഖേന ലഭ്യമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ദുരന്ത സ്ഥലങ്ങളിൽ നിന്ന് 2 നായക്കുട്ടികൾ മിലിറ്ററിക്കും ഒപ്പം പോലീസ് സ്പെഷ്യൽ ഡിഫൻസ് ഗ്രൂപ്പിനും കൈമാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ തന്നെ വേണ്ട നടപടികളൊക്കെയും വരുന്ന ദിവസങ്ങളിൽ ഈ വളർത്തുമൃഗങ്ങളുടെയും കന്നുകാലികളുടെയും കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ദുരന്ത ബാധിത സ്ഥലങ്ങളിൽ നിന്നും ജീവനോടെയും അല്ലാതെയും കണ്ടെത്തുന്ന വളർത്തുമൃഗങ്ങളെ, പക്ഷികളെ കൺട്രോൾ റൂമിലെത്തിച്ച് തുടർ നടപടി സ്വീകരിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടർമാരും ഫീൽഡ് ഓഫീസർമാരും ഉൾപ്പെടുന്ന സംഘം 2 ബാച്ചുകളിലായാണ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. ഒപ്പം ഡോക്ടറും ഫീൽഡ് ഓഫീസറും ചേർന്ന് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ചെറിയ മൃഗങ്ങളെ കൂടുകളിലാക്കിയും വലിയ മൃഗങ്ങളെ ആംബുലൻസിൽ കയറ്റിയും മേപ്പാടിയിലെ പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. തുടർ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ പ്രോട്ടോകോൾ പ്രകാരം ചത്ത മൃഗങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് ഇല്ല എന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ രാജേഷ് അറിയിച്ചത്. ഇത് പ്രകാരമാണ് മറ്റ് നടപടിക്രമങ്ങൾ നടക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെയുമാണ് വളർത്തുമൃഗങ്ങളുടെയും കന്നുകാലികളുടെയും കാര്യത്തിൽ സർക്കാർ നടപ്പിലാക്കി വരുന്നത്. ശരി, മാനസയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.